നമസ്കാരം. CPM ജില്ലാ സമ്മേളനങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അതായത് തെക്ക് ജില്ലകളിലെ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് തെക്കൻ ജില്ലകളിൽ CPM ജില്ലാ സമ്മേളനങ്ങൾ പ്രതിനിധികൾ അതായത് ബ്രാഞ്ച് തലം മുതൽ ജില്ലാ സമ്മേളനം വരെ ഈ കഴിഞ്ഞ 3 ജില്ലകളിലും എങ്ങനെയായിരുന്നു പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ പ്രതിനിധികൾ അല്ലെങ്കിൽ ബ്രാഞ്ച് അംഗങ്ങൾ മുതൽ അങ്ങ് ഏരിയ മുതൽ ജില്ലാ അംഗങ്ങൾ വരെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിരിക്കുന്നു മലപ്പുറത്ത് നടന്ന ജില്ലാ സമ്മേളനം. ഏതായാലും മലപ്പുറത്ത് നിലവിൽ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിയെ മാറ്റി VP അനിൽ എന്നൊരു പുതുമുഖത്തെ 52കാരനെ പുതിയ ജില്ലാ സെക്രട്ടറിയായി വെക്കുമ്പോൾ, അതായത് മലപ്പുറം ജില്ലയിലെ ജില്ലാ സമ്മേളനത്തിന്റെ ബാക്കി പത്രം എന്ത് എന്ന് നാം പരിശോധിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതായത് മലപ്പുറം ജില്ലാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നാം എല്ലാം പ്രതീക്ഷിച്ചു ഇന്ന കാര്യങ്ങൾ അവിടെ ചർച്ചയാകുമെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറം ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ ബ്രാഞ്ച് തലത്തിൽ 3 വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന പാർട്ടിയുടെ ഇത്തരത്തിലെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പോലും അംഗസംഖ്യ കുറവായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അംഗങ്ങൾ കുറവായിരുന്നു അങ്ങനെ ഒരു വാക്യം പറഞ്ഞാൽ അതിനർത്ഥം പാർട്ടിയോടുള്ള കൂറ് അംഗങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് മലപ്പുറം ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി ജില്ലാ സമ്മേളനം വരെ എത്തുമ്പോൾ പല സമ്മേളനങ്ങളിലും സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് മേൽഘടകത്തിലെ ആൾ വന്നിരുന്ന് പറയുന്ന ഇന്ന അജണ്ടയെ ഈ യോഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവൂ എന്ന കർശന നിബന്ധന ബ്രാഞ്ച് സമ്മേളനം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏരിയ സമ്മേളനം കഴിഞ്ഞ് ജില്ലാ സമ്മേളനത്തിൽ എത്തി നിൽക്കുമ്പോൾ നാം ഒരു വേള പറഞ്ഞു വെച്ച ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞ, അതായത് PV അൻവർ പാർട്ടി വിട്ട് പോയതിനെ കുറിച്ചുള്ള, അതായത് പാർട്ടിയുടെ സ്വതന്ത്ര അംഗത്വം വിട്ട് CPM മുഖ്യമന്ത്രിയെ ഭരണത്തെ ഒക്കെ വിമർശിച്ച PV അൻവർ ഫാക്ടർ എന്ന ആ ഒരു കാര്യം എന്തുകൊണ്ട് ജില്ലാ സമ്മേളനങ്ങൾ ചർച്ചയായില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ജില്ലാ സമ്മേളനത്തിലേക്ക് പ്രതിനിധികളായി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വന്നവർ ആരും തന്നെ PV അൻവറിന്റെ കാര്യം സംസാരിക്കരുത് എന്ന കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് CPM എന്ന പാർട്ടിയിൽ ഒരു എതിർ ശബ്ദം കമ്മിറ്റികളിൽ ഉണ്ടാകാൻ പാടില്ല, എങ്കിൽ അവൻ കുലംകുത്തിയാകും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പുറമേനിക്ക് യുവാക്കളെ ഈ പറയുന്ന പാർട്ടിയിലേക്ക് അംഗങ്ങളെ കൊണ്ടുവന്നില്ല, പോലീസിനെതിരെയുള്ള വിമർശനം ഒക്കെ വെറും പുറമേനിയായിരുന്നു മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. അതായത് വിജയരാഘവന്റെ നാടാണ് മലപ്പുറം. അവിടെ ഈ അനിൽ എന്ന പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് തന്നെ അനിൽ ഒരു പഴയ പിണറായി ഭക്തനാണ്. അപ്പോൾ നാം ഈ കഴിയുന്ന മൂന്ന് ജില്ലാ സമ്മേളനങ്ങളിലും തിരുവനന്തപുരത്ത് ആളൊഴിഞ്ഞ കസേര നോക്കി പിണറായി വിജയന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കസേരകളെ പിണറായി വിജയൻ തെറി വിളിച്ചു എന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ ആളുകളെ അവർ കൊണ്ടുവന്നിരുത്തി പിണറായി ആളൊഴിഞ്ഞ കസേരകളിലല്ലാതെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ നാം ഈ ചർച്ചയിൽ സംസാരിച്ചു തുടങ്ങിയതുപോലെ തെക്കൻ ജില്ലകളിൽ നാം കണ്ട ആ ഒരു രീതിയല്ല ഇനി അങ്ങോട്ട് പോകുന്തോറും ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതായത് പിണറായിയെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ ഭരണത്തെ വിമർശിക്കുന്നവരോ അതായത് കാതലായ വിഷയങ്ങളിൽ സംസാരിക്കേണ്ടവരോ ഒരൊറ്റ കാര്യവും പറയുന്നവനെ ഈ ചർച്ചയിൽ വേണ്ട എന്നും ഈ അജണ്ടയിലുള്ളത് സംസാരിക്കാവൂ എന്നുള്ളതും ഒരു വിരട്ടൽ ഭാഷയിൽ ഇവരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അതെല്ലാം കേട്ട് പഞ്ചപുച്ഛമടക്കി ഇവരെല്ലാം ആ പ്രതിനിധി സമ്മേളനത്തിൽ ഇപ്പോൾ ഈ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ഇരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആവശ്യം വേണ്ട ഒരൊറ്റ ചർച്ചയും നടന്നിട്ടില്ല ഈ പറയുന്ന ജില്ലാ സമ്മേളനത്തിൽ. സർക്കാരിനെ വിമർശിക്കുകയോ അൻവർ പറഞ്ഞതിനെ കുറിച്ചോ പോലീസിനെ കുറിച്ചോ എന്തിന് മലപ്പുറത്തെ പരാമർശം മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെ കുറിച്ചോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇനി വരുന്ന ഏത് തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ മലപ്പുറത്ത് നിർത്താൻ പോകുന്നത് സ്വതന്ത്രന്മാരെ ആയിരിക്കും എന്ന് തന്നെയാണ് വീണ്ടും അടിവരയിട്ട് പറയുന്നത്. അതിലൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം, പാർട്ടിക്ക് അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാത്ത രീതിയിൽ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയായിരിക്കും. ഏതായാലും മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ബാക്കി പത്രത്തിൽ ഇത്രയേ ഒരു ചുരുക്കെഴുത്തുള്ളൂ. പിണറായിയെ അല്ലെങ്കിൽ പാർട്ടിയെ വിമർശിക്കുന്നവൻ കുലംകുത്തിയായി തുടങ്ങുന്നത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലേക്കാണ്. അതുകൊണ്ട് അത്തരം ഒരു കുലംകുത്തി പരാമർശം, പാർട്ടി വിരുദ്ധത തങ്ങൾക്ക് വേണ്ട എന്ന് പേടിച്ചിരണ്ടിരിക്കുന്ന പാർട്ടി പ്രതിനിധികളുടെ ഒരു വിഭാഗമാണ്. ഇനി ഒരു വിഭാഗത്തെയാണോ നാം ഇനി
കോഴിക്കോടും കണ്ണൂരും ഇനി അങ്ങനെ കാണുന്ന പല വടക്കൻ ജില്ലകളിലെയും പാർട്ടി സമ്മേളനങ്ങളിൽ നാം കാണാൻ പോകുന്നത് ആ പാർട്ടിയുടെ ഒരുതരം വടക്കൻ മേഖലയിൽ, അതായത് മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂർ മേഖലയിലെ പാർട്ടിയുടെ ഒരുതരം വല്ലാത്ത വരട്ടുവാദം ഈ പറയുന്ന അണികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അണികൾ ഒരു വേള ഭയക്കുന്നുവോ, തങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ ഭയക്കുന്നുവോ എന്നൊരു ചോദ്യം കൂടെ നാം മലപ്പുറം സമ്മേളനത്തിന്റെ ബാക്കി പത്രമായി ഇവിടെ പറയേണ്ടി വരും. പറയേണ്ടതൊന്നും പറയാതെ പേടിച്ചരണ്ടിരുന്ന ഒരു വിഭാഗം ജനപ്രതിനിധികൾ, ഒരു വിഭാഗം പാർട്ടി പ്രതിനിധികളെയാണ് നാം അവിടെ കണ്ടത് എന്ന് മാത്രമേ മലപ്പുറം സമ്മേളനത്തിനെ കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.